മർമ്മം ഭേദിക്കപ്പെട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടെങ്കിലും പറങ്ങോടൻ മൊഴിഞ്ഞത് മറ്റാരും ഇതുവരെ പറയാത്ത പരമാർത്ഥം. ഇവിടെ ആർക്കും മുഖപരിചയം പോലുമില്ലാത്ത രണ്ട് അപരിചിതർ. ഒരാൾ തികഞ്ഞ പുരുഷൻ, മറ്റൊന്ന് കിടാവ്. ആരാണവർ? എന്താണ് അവരുടെ പൊരുൾ എന്ന് നാവ് പൊന്തിക്കാൻ പോലും കഴിയാത്ത ആ ഇരുകാലിയോട് ചോദിക്കണോ, അതോ നാവ് അറുത്തെടുക്കും മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും അത് മൊഴിയുന്നു? കാട്ടിൽ വിഷം തീണ്ടിയ ഒരാളെ, മുറവിളി കൂട്ടി കരഞ്ഞ ഒരു ഓമന കിടാവിനെയും കണ്ടെത്തി കൊണ്ടുവന്നത് നേര് തമ്പുരാനെ. കടുകോളം ജീവനെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കല്ലുമലയിൽ കളരി ഉണ്ണിയെ ചേർക്കാൻ പോയ വഴി ഉണ്ണിമായുടെ മാളികയിലേക്ക് പോന്നോളൂ, 2 നാൾ അവിടെ ഉണ്ടുകൂടി ആട്ടമൊക്കെ കണ്ടിട്ട് പോയാൽ പോരെ എന്ന് 10 വിടർത്തി ചിരിച്ചു കൊണ്ടൊരു നാഗത്താൻ. പിന്നെന്താ ബഹുക്ഷേമമെന്ന് ചൊല്ലി കാൽ നീട്ടിക്കൊടുത്തു തൽപുരുഷൻ. മാസപ്പടി എത്തിക്കാൻ കാട്ടിൽ വിഷപ്പാമ്പുകൾ വരെ നിയോഗിക്കുന്ന നിന്റെ നാവിൽ പാഷാണമല്ലാതെ മറ്റെന്ത്? തെറ്റിപ്പോയി തലച്ചമാരെ. എന്ന് വെച്ചാൽ വിഷം തീണ്ടിയത് കയ്യില. ഇണ ചേർന്നിട്ടിഴഞ്ഞു പോകുമ്പോ തടസ്സം കിടന്ന് മയങ്ങിയവർ അനക്കം കേട്ട് പേടിച്ചപ്പോ കൊത്തി. കുറുപ്പച്ചനല്ലാതെ ഇന്നാട്ടിൽ വിഷവൈദ്യം അറിയാവുന്ന മറ്റാരുണ്ട്? അതുകൊണ്ടാ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. നിനക്ക് അവരെ കണ്ടിട്ട് ഒരു സംശയവും തോന്നിയില്ല? നൂല് പൊട്ടിയ ജീവന്റെ തുമ്പും പിടിച്ച് പിടിക്കുന്ന ഒരാൾ, പിന്നെ 12 വയസ്സ് പ്രായമുള്ള ആ ഓമന കിടാവ്. അവന്റെ മുഖത്ത് ഒരു വട്ടം നോക്കിയാൽ എന്ത് സംശയിക്കാനാ തമ്പുരാനെ? അശുഭമായിട്ടൊന്നുമില്ല. കുറച്ച് കുരുമുളക് എടുക്കും. വായ തുറന്നോളൂ. എരിവുണ്ടോ? എരിവുണ്ടോ? മുറിവിൽ വിഷം തീട്ടിയിട്ടുണ്ട്. ഇണചേർന്ന പാമ്പിൽ നിന്ന് എടുത്തതായതുകൊണ്ട് അല്പവിഷം. അതാ രക്ഷയായത്. ഉറക്കരുത്. ഉറങ്ങിക്കൂടാ. ലോകം മറിഞ്ഞു വന്നാലും ഇയാൾ ഉറങ്ങിക്കൂടാ. ഉണ്ണിക്ക് നിറങ്ങളെ കുറിച്ചൊക്കെ അറിയോ? നല്ല ദേവന്മാർക്കെല്ലാം പച്ച, പാർവതിയും ലക്ഷ്മിയും സ്വർണ്ണമഞ്ഞ, ശിവഭഗവാന് വെള്ളയും സ്വർണവും, രാജാക്കന്മാർക്കും ധീരന്മാർക്കും ചോപ്പ്. പുഴയും പാമ്പും മാനും മയിലും മരവും വന്നാൽ എന്താ അർത്ഥം? കാടല്ലെങ്കിൽ കൊടുങ്കാട്, വിടരുന്ന ആമ്പൽ പൂനിലാവ്. അപ്പോ വരയ്ക്കുന്നതിലൊക്കെ ഒരു വഴിയുണ്ട്, കാണുന്നതിനപ്പുറം ഒരു കാഴ്ചയുണ്ട്. അതറിയാലോ. മിടുക്കൻ. ഞാനൊരു കളം നിറച്ചോട്ടെ? നിറച്ചോളൂ. എന്റെ വല്യ മുത്തശ്ശി അറിയോ? ഉണ്ണിയുടെ വല്യ മുത്തശ്ശിയെ ഞാനെങ്ങനെ അറിയാനാ? അവിടേക്ക് വല്യ മുത്തശ്ശിയുടെ അതേ ഛായ. ഉണ്ണി എന്നെ വല്യമ്മാവെന്ന് വിളിച്ചോ.
നന്നായി. അമ്മാവന് വീർത്തു തുടങ്ങി. വിഷത്തിന്റെ ചൂടകത്തുനിന്ന് ഇറങ്ങുന്നതാ. അകക്കണ്ണിൽ എന്താ കണ്ടേ? ഒരാളുടെ കഥയാ. ആരും പറയാൻ പാടില്ലാത്ത, ഓർക്കാൻ പാടില്ലാത്ത ഒരു കഥ. അങ്ങനെ ഒരാളെ കുറിച്ച് ഞങ്ങൾക്കും ഒരു കഥയുണ്ട്. കുലദ്രോഹി എന്ന് വലിയവരൊക്കെ വിളിക്കുന്ന ഒരു വല്യമ്മാവന്റെ കഥ. ദാ ആ കാണുന്ന കൗകിന്റെ തുഞ്ചത്ത് മിന്നല് പോലെ മിന്നടിയും വിരലും പിടിച്ച് പിന്നെയും പിന്നെയും അറിയുന്ന വല്യമ്മാമ. ആ വല്യമാമ അത്ര വലിയ എന്ത് പാപാ ചെയ്തേ? കളരി പരമ്പര ദൈവങ്ങളെല്ലാം ചതിച്ച് മാനം കെടുത്തി ചാടിപ്പോയി. എന്താ ഉണ്ണിയുടെ കഥ? കേൾക്കട്ടെ. ആ വല്യമാമയോളം വലിയ അഭ്യാസി അതിന് മുന്നും പിന്നും ഇല്ലാത്രേ. കാണാൻ പറ്റാത്ത വേഗം, അളക്കാൻ പറ്റാത്ത ഉയരത്തിൽ പെരുമലക്കം. ഇരട്ട ഉറുമി ആരും ആ വല്യമാമയെ പോലെ പ്രയോഗിച്ചിട്ടില്ല. പഞ്ചഭൂതങ്ങളുടെയും ഉള്ളറിഞ്ഞാൽ ആള് കുടയൊന്നും ഇല്ലാതെ വെറും വടികൊണ്ട് മഴയത്ത് നനയാൻ നടക്കുമായിരുന്നത്രേ. ഒരിക്കൽ വാളുകൊണ്ട് കൊടും മഴയത്ത് ചുഴറ്റി ചുഴറ്റി 3.5 നാഴിക വന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുടെ മേത്ത് ഒറ്റ തുള്ളി വെള്ളം പോലും വീണില്ല. ഇതൊക്കെ സാധ്യമാവുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? പയറ്റ് അത്രയ്ക്കങ്ങ് പലർക്കും തെളിയണില്ല എന്നല്ലേ ഉള്ളൂ. കുലദ്രോഹിയായ വല്യമ്മാവന് പേരില്ലേ? ആരോടും ചോദിച്ചില്ലേ? ആ നാമം ഉച്ചരിക്കാനേ പാടില്ല, എങ്കിലല്ലേ ചോദിക്കാനാവൂ. മഹാഭഗവതിയുടെ അനുഗ്രഹം വാങ്ങി കുലത്തിൽ നിന്നും കളരിയിൽ നിന്നും വിദ്യകളെല്ലാം അഭ്യസിച്ച് എല്ലാവരെയും ചതിച്ച് കുലത്തെ ശത്രുക്കൾ കൊറ്റിക്കൊടുത്ത് കുടിപ്പക വീട്ടാതെ ചാടിപ്പോയ മഹാപാപം. എന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ എന്നെ ചതിക്കോ? നിന്റെ കഥയറിയുന്നത് നിന്നെ ആരും ചതിക്കാതിരിക്കാനാവുന്നേ. ആരും. ഒരു പാത്രം മുഴുവൻ കുടിച്ചു. മരുന്നിനോട് ദേഹം സന്ധി ചെയ്തു തുടങ്ങി. വിശപ്പ് വന്നത് നല്ല ലക്ഷണം. ഉണ്ണി കഴിച്ചോ? എനിക്ക് വിശക്കണില്ല. അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ഊണുപാത്രം കാണുമ്പോൾ അമ്മയെ ഓർമ്മ വരും. ഓർക്കാൻ പാടില്ലാത്ത കാര്യമാകുമ്പോൾ വിശപ്പ് താനേ കെടും. ഇന്ന് ഞാനാ ഉണ്ണിയുടെ അമ്മ. പഠിച്ച് വലുതായി തിരിച്ചു ചെല്ലുമ്പോൾ അമ്മ അവിടെ തന്നെ ഉണ്ടാവില്ലേ? തിരിച്ചെത്തുമോന്ന് നിശ്ചയില്ല. ഉണ്ണി തിരിച്ചെത്തും. അത് ഈ വല്യമ്മാവൻ്റെ ഉറപ്പ്. മാമാങ്കം കണ്ടു പോണമെന്നുണ്ട്. യവനരും ചീനരും അറബികളും വന്ന് മറിഞ്ഞ് ഒലിമ പോയെങ്കിലും അത് കണ്ണിൽ കിടന്ന് ഉയരും. മാമാങ്കപ്പെരുമ്പട്ടണം. എണ്ണിയാലും തീരാത്തത്ര കൂടാരങ്ങളും അങ്ങാടികളും അങ്ങാടി തെരുക്കളും കൊണ്ട് നിറഞ്ഞ ആ മായക്കമ്പോളം. എങ്ങനെയാ സ്ഥലത്തിന്റെ കിടപ്പ്? അവിടെ ഉണ്ണിക്കെന്താ കാണണ്ടേ? താമൂരിയെ. താമൂരി എന്ന് വെച്ചാല് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ. അതൊരാളല്ല, പലരാ. ഒരു വേഷം. അതില്ലായ്മ ചെയ്യാനാണ് കുറെ പേരൊക്കൊന്ന് വെറുതെ മരിക്കാനായിട്ട് പള്ളുവനാട്ടിൽ നിന്ന് ചാവാളരെത്തുന്നത്. നേരിട്ട് കണ്ടിട്ടുണ്ടോ അവരെ? ഊണ് കഴിച്ച കുട്ടിക്ക് എനിക്ക് കഥ പറഞ്ഞു കൊടുക്കണുള്ളൂ. ഉണ്ണിയുടെ കഥയിലെ വല്യമ്മാവൻ നിങ്ങൾ എന്താ ആളെ വിളിക്കുക? അങ്ങനെ പേരെടുത്ത് വിളിക്കാറില്ല. അതെന്നോ ഇതെന്നോ പറഞ്ഞ കഥ പറയല്. ആ വല്യമ്മാമയ്ക്ക് ഒരു അമ്മയില്ലേ? ഉവ്വല്ലോ. വല്യമ്മാമ പോയ പിന്നെ മുത്തശ്ശി അങ്ങനെ ആരോടും മിണ്ടിയിട്ടില്ല. വ്രതവും ഭജനയും മാത്രമായിട്ട് കഴിയായിരുന്നു. ഒരിക്കൽ മുത്തശ്ശി സംസാരിച്ചു തുടങ്ങി. 3-4 ദിവസം പെട്ടെന്നങ്ങ് മരിക്കുകയായിരുന്നു. വല്യമ്മാവനെ കിട്ടിയൊരു വല്യമ്മായി ഉണ്ടാവില്ലേ? ഒരു ഉണ്ണിയും. ഞങ്ങളുടെ ഉണ്ണിയാമൻ. ആളുടെ പ്രാണൻ കളരിയിലായിരുന്നില്ല, കവിതയിലായിരുന്നു. എപ്പോഴും പുതിയ പുതിയ പാട്ട് കേട്ടു. ഒരിക്കൽ ഏതോ വേല കഴിഞ്ഞ് വഴിതെറ്റി അങ്ങാടിയിൽ താമൂരിപ്പടയുടെ മുമ്പിൽ പെട്ടു. വള്ളുവനാട്ടെ കുട്ടിയാന്ന് കേട്ടപ്പോൾ
താമൂരിപ്പട കൊന്ന് കിണറ്റി താത്തി. ശരീരം പോലും കിട്ടിയില്ല. അയമ്മ ഉണ്ണിക്കുട്ടി പോയ പിന്നെ ഒരു സ്ഥലകാല ബോധം ഇല്ലാണ്ടായി. അറയിന്ന് പുറത്തിറങ്ങാറേയില്ല. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വല്യമാമ വന്ന് കണ്ടേനെന്നാ എനിക്ക് തോന്നുന്നത്. വന്നിട്ടുണ്ടാവും. അടക്കയും മുളകും ഒക്കെ വാങ്ങുന്ന മാപ്പിളയുടെ വേഷത്തിൽ ഒരിക്കൽ ചെന്നിട്ട് പകുതി വഴിയിൽ നിന്ന് തിരികെ പോയിട്ടുണ്ടാവും. ധൈര്യം ഉണ്ടാവില്ല. തീർന്ന തീകെട്ട കരിക്കട്ട പോലെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ആവണില്ലായിരിക്കും ആ അമ്മാവന്. വല്യമ്മയുടെ മുഖത്ത് നോക്കാൻ ആർക്കും ധൈര്യം വരില്ല. അവരൊന്ന് നോക്കിയാ വിറച്ചു പോവും. വന്നിട്ടുണ്ടാവില്ല വല്യമ്മാവൻ. അതാ